കല്യാണത്തിന് പോകാൻ ഒരുങ്ങി സെറ്റായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരാളുടെ സങ്കടം അങ്ങ് മാറ്റിയേക്കാം. അണ്ണനാണെങ്കിൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഭയങ്കര സങ്കടം പറച്ചിലായിരുന്നു. എന്താണെന്ന് വെച്ചാലേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ ഇന്നലെ നടക്കാൻ നേരം അണ്ണൻ എനിക്ക് ചെയിൻ ഇട്ട് തരാൻ പറ്റിയില്ലെന്നേ. രാത്രി മുഴുവൻ അത് പറയുമായിരുന്നു. എനിക്ക് എല്ലാവരും കൂടെ കണ്ടപ്പോൾ അങ്ങ് കിളി പോയി. അതുപോലെ ഭയങ്കര ടെൻഷനായിരുന്നു, ഫുഡ് തികയോ അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് നിന്ന് മുത്തേ. ഞാൻ പറഞ്ഞു സാരമില്ല, അപ്പോൾ ആ വിഷമം എന്തിനാ വെറുതെ കൊണ്ട് നടക്കുന്നത്, ഇതേതങ്ങ് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അണ്ണൻ എനിക്ക് ഗിഫ്റ്റ് തന്ന ചെയിനെ. എന്നിട്ട് നമ്മൾ ആദ്യത്തെ കല്യാണത്തിന് പോയി ജസ്റ്റ് വെള്ളമൊക്കെ കുടിച്ച് പൈസയൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി നിന്നിട്ട് നേരെ ആദിക്കാട്ടുകുളങ്ങര രണ്ടാമത്തെ കല്യാണമേ. അപ്പോൾ പൊന്നൂസ് നമ്മുടെ സാച്ചിയുടെയും ആബിദിൻ്റെയും കൂടെ ആദിക്കാട്ടുകുളങ്ങര വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പം ചെന്നപ്പോഴത്തേക്കും അണ്ണൻ്റെ അമ്മായും ചിന്നമ്മമാരൊക്കെ അവിടെ ചോറ് വെച്ചിട്ട് നിൽപ്പുണ്ടായിരുന്നേ. നമ്മളും ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തി, കാരണം അവിടെ നിങ്ങൾ വന്നപ്പോൾ സമയം ഒരുപാട് ലേറ്റ് ആയില്ലേ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മുടെ കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സും അനിയത്തിമാരെയൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ എടുത്ത് പോയി കുശലമൊക്കെ പറഞ്ഞിട്ട് നേരെ അമ്മച്ചി വീട്ടിൽ വന്നു. ഇനി ഇത്തിരി നേരം അവിടെ